ആ ഡ്രൈവറുണ്ടല്ലോ, തൃശൂക്കാരൻ. ആര്, കുഞ്ഞിപ്പാലോ? ആ, അയാളൊരു വഷളനാ. ആര് പറഞ്ഞു? അയാൾ വളരെ നല്ല ഒരുത്തനാ. അതെ അതെ. എന്നിട്ട് ആ ആരും ഇല്ലാത്തപ്പം എന്റെ കൂടെ പെരയ്ക്കകത്ത് കയറി ഇരിക്കാമെന്ന് പറഞ്ഞത്. അതിനെന്താ, അയാൾ കയറി ഇരുന്നാലെന്താ കുഴപ്പം? അല്ല, അയാളെ നിന്നെ ഒന്ന് കയറി പിടിച്ചു എന്ന് തന്നെ വെച്ചോ, എന്താ കുഴപ്പം? നിങ്ങളൊരു മനുഷ്യനാണോ? മനുഷ്യൻ പറയുന്ന കേട്ടാ തോന്നുന്നു നീ വലിയ ശീലാവതിയാണ്. നാട്ടിൽ വെച്ച അലവലാതി ചെറുക്കിന് കൂടെ കറങ്ങി തിരിഞ്ഞിരുന്ന പാർട്ടിയല്ലോടി നീ. 10-12 വയസ്സായപ്പോ ഈ പണി പിടിച്ചതല്ലോടി നീ. ഒരു പുണ്യവതി. ദൈവദോഷം പറയല്ലേ? ദൈവദോഷം എടീ, എത്ര വർഷക്കാലം ഞാൻ നേരിട്ട് കണ്ട കളിയാ. ഒരു കണക്കിന് നിന്നെ ഞാൻ ഇവിടെ രക്ഷിച്ചോണ്ട് പോകുന്നതാ. അതുകൊണ്ട് നീ ഇപ്പൊ കഞ്ഞി പിടിച്ച് കിടക്കുന്നു. അല്ലേ കാണായിരുന്നു പൂരം. ആ ചെറുക്കൻ നിനക്ക് വയറ്റിലുണ്ടാക്കി വഴി തള്ളിയേനെ. നീ ഇപ്പൊ പെരുവഴി കൂടെ തെണ്ടി നടന്നേനെ. ആ നാല് ചെറുക്കന്റെ ആഗ്രഹം അതായിരുന്നു. വെറുതെ എന്തിനാ ഇവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത്? അവനെ കുറിച്ച് പറഞ്ഞപ്പം നിനക്കങ്ങ് കൊണ്ടു ഇല്ലടി അവരാതി. തോന്നിയാസം പറയരുത് പട്ടി. നീ ഇപ്പോഴും അവനെ ഓർത്തോണ്ടിരിക്കുക ഇല്ലടി. നിന്നെ ഞാൻ മര്യാദയ്ക്ക് പറയുന്ന കേട്ട് അടങ്ങുറി കിടന്നോണം. ഇല്ല ചവിട്ടികൾ. പറഞ്ഞേക്കാം. അപ്പു, എന്റെ അപ്പു. എന്തോ അപ്പേട്ടാ, അരികപ്പേട്ടാ. എന്റെ പഴയ അപ്പൂട്ടിനെ എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഇവിടെയൊക്കെ ഓടിക്കളിക്കുമ്പോ നമ്മുടെ കൊച്ചുനാളിലെ ഓർമ്മകൾ വരുന്നു ഇല്ലേ? ശരിയാ ശ്രീദേവി. അതെ, ഇന്നലെ ഞാൻ ശ്രീദേവിയോട് പെരുമാറിയത് കുറച്ചധികപ്പറ്റായിപ്പോയി അല്ലേ? ശ്രീദേവിക്ക് അതിനൊരു പടക്കമുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് അപ്പൂട്ടൻ കാണിക്കുന്നതെന്ന് വിചാരിച്ചു. സാരമില്ല അപ്പൂട്ട, എന്റെ അപ്പൂട്ടനല്ലേ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ. ഇന്നലെ ചേച്ചിയും അപ്പച്ചിയും സംസാരിക്കുകയായിരുന്നു. എനിക്ക് നാണമാവുന്നു പറയാൻ. എന്താ അവര് പറഞ്ഞത്? ഇനി താമസിപ്പിക്കണ്ടെന്ന്. എന്ത്? നമ്മുടെ കല്യാണം. പിന്നെ എന്റെ അപ്പൂട്ടൻ എന്തോ ആകാമല്ലോ.
അപ്പേട്ട എങ്ങനെയുണ്ട്? നിന്നോട് ആര് പറഞ്ഞു ഷർട്ട് എടുത്തിട്ട്? കൊത്തി കൊത്തി മുറത്തിലായോ കയറി കൊത്ത്? അപ്പേട്ട കുഴപ്പമൊന്നുമില്ലാതെ തോന്നും. നീ ആ സിഗ്നൽ കാണിച്ചരാ. ഒന്നുകൂടി വേഗം വന്നേരങ്ങട്. നീ എന്റെ മുളക് കയറിയതാ. കയറങ്ങട്. ഇത് നിന്റെ അകത്ത് കയറ്റിട്ട് ടാർപോളിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, പിന്നെ എന്റെ ഡ്യൂട്ടിയാണ്. അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം. ഇങ്ങോട്ട് നടക്കണ പാട്ട് ഇങ്ങോട്ട് ഈ അരിച്ചരിഞ്ഞ് നടക്കണം. ഇങ്ങോട്ട് വാങ്ങട്. അങ്ങനെയാണ്. അങ്ങോട്ട് കൊടുത്തേ. അവിടെ കൊടുത്തേ. അങ്ങോട്ട് കയറ്. അങ്ങോട്ട് കൊടുത്തേ. അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് അല്ല കുഞ്ഞിപ്പാലത്താ, ഇത് ഇവിടെ വെച്ചെടുപ്പ എന്നിട്ട് ജയിലിൽ പോകേണ്ട ശവി നീ അവിടെ ഊറ്റി വെക്കാതല്ല പറഞ്ഞത്. അതിന് പായസ കന്നാലി കനാലില് നീ അങ്ങോട്ട് ഊറ്റി വെച്ചത് പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ കാണിച്ചത് മാറി ഇതുപോലെ വെക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞു. മനസ്സിലായ സംഗതി റെഡിയായില്ലേ? ഈ ശവിക്ക് ഞാനിതൊന്ന് പറഞ്ഞു നോക്കട്ടെ മാഷേ. അങ്ങോട്ട് നീ എടുത്ത് തങ്കേ തങ്കേ എഴുന്നേര്. അസംഗത്തിരിക്കേ. നീ ആ മുട്ട ഒഴുകിയെടുത്തു. അപ്പോ ഇന്ന് നമ്മള് പോയിട്ട് മറ്റന്നാ അങ്ങോട്ട് വരും. അപ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാ. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? തങ്കേ മുട്ട എവിടെ? എനിക്കല്ല, അങ്ങോട്ട് വെക്ക്. ആ കുഞ്ഞിപ്പാലോട്ടിരിക്കെ. ഞാൻ പിള്ളേരുടെ പണി ഇവിടം വരെ നോക്കട്ടെ. ഇവര് നമ്മുടെ പിള്ളേരല്ലേ, രാത്രി നിറമ്പോക്കല്ലേ. സാരമില്ല, സാധനം ഇരിപ്പുണ്ട്. ഏയ് പുള്ളിക്കാരൻ എന്തുവാ വേണ്ടെന്ന് വെച്ചാ കൊടുക്കണം. തങ്കമ്മേ എന്താ? നീ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടാ? ഇല്ല. ഇക്കുറി കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. ഇക്കൊല്ലത്തെ പ്രോഗ്രാം അസൽ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പോവാട്ടാ. എനിക്ക് കാണണ്ട. അതെന്താ അങ്ങനെ? തങ്ങ നീ എവിടേക്ക് ഓർണത്? എന്താ വേണ്ടത്? അമ്മ കരച്ചെണ്ടെങ്കിൽ ലേശം കൊണ്ടുവന്നേ. ആയി നീ എത്ര വലിയ വാർത്തോന്ന് പറയണ്ടടി. വെറുതെ ഒന്നല്ലടി, ഓശാരത്തിനല്ല, ഉറുപ്പിയോ ഒന്നും രണ്ടല്ല, 10,000 രൂപ ഞാൻ മുടക്കിയേക്കണേ ബിസിനസിന് വേണ്ടിട്ട്. അത് നിനക്കും കൂടെ ചേർത്തിട്ടാ. നീ എന്തിന്റെ വെറുതെ തൊള്ള വിളിക്കുന്നത്? അവനൊന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല. അവനും കൂടി അറിഞ്ഞിരുന്ന ഈ സംഭവം